ഹലോ ആൾ വെൽക്കം ബാക്ക് ടു നാജൂസ് വൈബ്സ് ആൻഡ് ആർട്സ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തന്നെ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. പിന്നെ അതാ കിച്ചണിൽ വന്നപ്പോഴാണ് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഒന്ന് ഫ്രിഡ്ജിക്ക് വെക്കട്ടെ എന്ന് വിചാരിച്ചങ്ങാണ്ട് ഒന്ന് ഇങ്ങനെ വേർതിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇലകളൊക്കെ കേടന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മല്ലിയിലൊക്കെ കേടന്നതൊക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് നല്ലതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി ഫ്രിഡ്ജിക്ക് വെക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട് അതിനൊക്കെ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ കാക്കൂന് ഫുൾ ഡേ ലീവാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ കരുതിങ്ങാണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേങ്കിൽ ആള് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാം കേട്ടോ. ഞാനൊന്ന് മക്കളും ഉപ്പച്ചയൊക്കെ വീട്ടിലുള്ള ദിവസമല്ലേ എന്ന് വിചാരിച്ചങ്ങാണ്ട് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചങ്ങാണ്ട് അതിനൊക്കെ പ്ലാനിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഓൽക്കും ഒലപ്പച്ചി പോവായപ്പോൾ ഓൽക്കും കൂടെ പോകണം എന്നങ്ങാണ്ട് അങ്ങനെ വാശി പിടിച്ചങ്ങാണ്ട് പിന്നെ ഞങ്ങൾ തറവാട്ടിക്ക് പോകാമെന്ന് പ്ലാനിട്ട് അങ്ങനെ തൽക്കാലം തറവാട്ടിക്കൊന്ന് പോയി വരട്ടെ എന്ന് കരുതിങ്ങാണ്ട് അതിന് പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പച്ചച്ചക്ക ഉണ്ടായിരുന്നു. പച്ചച്ചക്ക ഞാനും ഉമ്മയും കൂടി ആ ചക്കയൊക്കെ നന്നാക്കി ചക്കക്കൂട്ടാൻ വെക്കാമെന്നൊക്കെ വിചാരിച്ചങ്ങാണ്ട് അയിമക്ക് നിന്നു പിന്നെ കേട്ടോ. അപ്പോൾ നല്ല പച്ച ചക്കയായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ ഈ കിട്ടുന്നത്. അപ്പോൾ പച്ച ചുള തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചക്കക്കൂട്ടാനൊക്കെ വെക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ നിന്ന്. ചക്കൻ്റെ ചുള മാത്രമല്ല കേട്ടോ, മൊത്തം അതിൻ്റെ ബാക്ക് ഭാഗം മടലടക്കം കൂട്ടിയിട്ടാണ് അരിയണത്. പിന്നെ അതിൽ ചവണിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിങ്ങാണ്ട് കുറേയൊക്കെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചക്ക കൂട്ടാൻ വെക്കണത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അങ്ങനെ ഒരു മിക്സ്ഡ് ആക്കിയിട്ടില്ല ചക്ക കൂട്ടാൻ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിങ്ങാണ്ട് ചക്കയൊക്കെ അങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂട്ടാനൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ വെക്കുക. ഞാൻ കൂട്ടാൻ അത് ചക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി കൊടുക്കട്ടെ വിചാരിച്ചിങ്ങാണ്ട് അതിന് നിന്നതാണ്. പിന്നെ അമ്മ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തേക്കേക്കാറ് കേട്ടോ. അപ്പോൾ അതാ അവിടെ മക്കളൊരു ഊഞ്ഞാലൊക്കെ കെട്ടിയിരുന്നു. അപ്പോൾ ഓല അതിമയൊക്കെ ഊഞ്ഞാലൊക്കെ ആടിയങ്ങാണ്ട് അങ്ങനെ ഇതാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തിരക്ക് കൂടുന്നുണ്ട്. പിന്നെ ചക്കയൊക്കെ അരിയൽ ഏകദേശമൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ചക്കയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ അതിന്ന് ഈ ചൗണി പോലത്തെ ഉണ്ടല്ലോ അതൊക്കെ പെറുക്കി വേറെ എടുത്ത് വെച്ച് കാട്ടി ഇനി അത് കുക്കറിൽ ഇടാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അമ്മ അതിങ്ങനെ ഓരോന്നിങ്ങനെ വേർതിരിച്ചിങ്ങാണ്ട് ചുളയും അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കളഞ്ഞിങ്ങാണ്ട് അതിങ്ങനെ ഓരോ കുക്കർക്കൊക്കെ ഇട്ട് വെച്ചിട്ടോ. അപ്പോൾ ചക്കയൊക്കെ മുഴുവനും കുക്കർക്ക് ഇട്ടുകൊണ്ട് പിന്നെ അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ഉപ്പും കുറച്ച് വെള്ളവും പാർന്നുകൊണ്ട് അധികം വെള്ളമൊന്നും പാരൂല കേട്ടോ. പിന്നെ അമ്മ ഇങ്ങനെ പറയുണ്ടായിരുന്നു വേനൽക്കാലമാണ് അപ്പോൾ ചക്കയ്ക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരുന്നൊക്കെ പറയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ പാർന്നുകൊണ്ട് പിന്നെ ചക്കയൊക്കെ തീമ വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങളവിടുന്ന് പോരാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം എനിക്ക് വന്നിട്ട് വേണം ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ അതാ മക്കളെ വിളിച്ചിട്ട് അവർക്ക് കണ്ട് പോരാനൊന്നും തോന്നൂല. തറവാട്ട് പോയാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ ഓരോ വിളിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന് ഇനി ഇവിടെ എത്തിയിട്ട് വേണം വീട്ടിലെത്തിയിട്ട് വേണ്ടിയിരുന്നു കേട്ടോ പിന്നെ ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.